ഇന്ന് ഡിസംബർ 8 അമലോത്ഭവ മറിയത്തിൻ്റെ കർമ്മലീത്തർ എന്ന സഭ സ്ഥാപിതമായിരിക്കുന്നത് ഈശോയുടെയും ഈശോയുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും മാർ യോസേപ്പ് പിതാവിൻ്റെയും സ്മരണ ഉൾക്കൊണ്ടുകൊണ്ടാണ്. അമലോത്ഭവ മറിയത്തിൻ്റെ കർമ്മലീത്തർ എന്ന് പറയുമ്പോൾ കർമ്മല മാതാവ്, അമലോത്ഭവ മാതാവ്, എല്ലാറ്റിലുമുപരി ദൈവത്തിൻ്റെ അമ്മയായ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയം. പരിശുദ്ധ കന്യകാമറിയത്തെ ലോകം മുഴുവൻ ഭാഗ്യവതി എന്ന് വിളിക്കുന്നത് ഒറ്റ കാരണം കൊണ്ടാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചുള്ള, പ്രത്യേകിച്ച് ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണതയെ സൂചിപ്പിക്കുന്ന വളരെ പ്രസിദ്ധമായ സുവിശേഷ ഭാഗത്തിൻ്റെ അവസാനത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്: അവൾ 3 മാസം വരെ അവർക്ക് ശുശ്രൂഷ ചെയ്തതിന് ശേഷം സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോയി എന്ന്. നമ്മുടെ എല്ലാവരുടെയും ദൈവവിളി ഇങ്ങനെ തന്നെയാണ്. മോക്ഷമാകുന്ന വീട്ടിൽ നിന്ന് കുറച്ച് നാളത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരാണ് എല്ലാ വ്യക്തികളും, പ്രത്യേകിച്ച് CMI സഭയിലെ എല്ലാ വൈദികരും. ആ ഏതാനും ദിവസങ്ങളിലെ, നിമിഷങ്ങളിലെ അഥവാ വർഷങ്ങളിലെ നമ്മുടെ ശുശ്രൂഷയ്ക്ക് ശേഷം പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോകാനുള്ളവരാണ് എന്ന ഒരു ചിന്ത ഈ അമലോത്ഭവ മാതാവിൻ്റെ തിരുനാൾ ദിനത്തിൽ ദൈവം നമുക്ക് നൽകുകയാണ്. അത് 3 മാസം വരെയുള്ള ശുശ്രൂഷ എന്നുള്ളതല്ല, 3 ദിവസത്തെ ശുശ്രൂഷയാകാം, 3 മണിക്കൂറിൻ്റെ ശുശ്രൂഷയാകാം, ഒന്നും വേണ്ട 3-4 മിനിറ്റിൻ്റെ ശുശ്രൂഷയാകാം. വന്ന് കാണുക എന്ന മഹോന്നതമായ സന്ദേശവുമായി വരാനിരിക്കുന്ന CMI സഭയെ നയിക്കുവാനുള്ള സാരഥികളെ തിരഞ്ഞെടുക്കുന്ന വൊക്കേഷൻ ക്യാമ്പുകളിലേക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യമുണ്ട്. അവർ ചിലർ 1-2 മണിക്കൂർ CMI ക്യാമ്പിൽ CMI അംഗങ്ങളുമായി സഹവസിക്കുന്നു. ചിലരത് മാസങ്ങളെടുക്കും, ചിലർ വർഷങ്ങളെടുക്കും. ചിലർ ആസ്പിരൻസ് ഹൗസിൽ വെച്ച് തന്നെ പിരിഞ്ഞ് അവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകും. വേറെ ചിലർ നോഷിയേറ്റ് വരെ പിടിച്ച് നിൽക്കും. മറ്റു ചിലർ ഷമ്മാശനായിരിക്കെ വീട്ടിലേക്ക് കടന്നു പോകും. ഇനിയും ചിലർ വൈദിക പട്ടവുമെല്ലാം ലഭിച്ച് അതിന് ശേഷവും പോയി എന്ന് വരാം. എന്താണെങ്കിലും വീട്ടിലേക്ക് മടങ്ങിപ്പോകണമെന്നതിനെക്കുറിച്ച് സംശയം വേണ്ട. CMI സന്യാസ സമൂഹത്തിന് വന്നു ചേരുന്ന ഏറ്റവും വലിയൊരു അപകടം, ഒരിക്കൽ നമ്മൾ ഇവിടെ വന്നു പെട്ടാൽ എല്ലാവരെയും ഭരിച്ച്, എല്ലാവരെയും നയിച്ച്, എല്ലാവരുടെയും മുമ്പിൽ നേതാവും നേതൃസ്ഥാനവും വഹിച്ച് വിശുദ്ധരായി ഇവിടെ തന്നെ അടക്കപ്പെടണം എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു 2025 ഈ അമലോത്ഭവ ദിനത്തിൽ അല്പം മാറി ചിന്തിക്കണമെന്ന്. നാം ആരും ഇവിടെ അങ്ങനെ അടക്കപ്പെടാനുള്ളവരല്ല, അടയ്ക്കപ്പെടാനുള്ളവരുമല്ല. മറിച്ച് നമ്മെ വിളിച്ചവൻ ഏൽപ്പിച്ച ലഘുവായ ജോലികൾ ചെയ്തിട്ട് സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോവുക. സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോവുക എന്ന് പറയുമ്പോൾ അതിന് വ്യാപക അർത്ഥത്തിൽ വേണം അതിനെ മനസ്സിലാക്കുവാനായിട്ട്. നമ്മുടെ വീട് ഏതാണോ അവിടെയായിരിക്കും നമ്മുടെ മനസ്സ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ സ്വന്തം വീട് എവിടെയാണ് എന്ന്. അത് ഓരോരുത്തരെയും സംബന്ധിച്ച് വ്യത്യസ്തമായിരിക്കാം. തികച്ചും ആപേക്ഷികമായ ഒരു ദർശനത്തിലൂടെ മാത്രമേ വീട് എന്ന ദർശനത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പരിശുദ്ധ കന്യകാമറിയം തനിക്ക് ഏൽപ്പിച്ച വലിയ ശുശ്രൂഷ ചെറിയ ദിനങ്ങൾ കൊണ്ട് ചെയ്ത് സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന മാതൃക നമുക്കുണ്ട് എങ്കിൽ ഒരിടത്ത് തന്നെ പിടിച്ചിരിക്കുവാനും ഏതെങ്കിലും വിധത്തിൽ ഉന്നതമായ തലങ്ങളിൽ മാത്രമായിട്ട് നിലകൊള്ളുവാനുമായിട്ടുമുള്ള
വൻകിട പരിശ്രമങ്ങളിൽ നിന്ന് മാറി ചിന്തിച്ചുകൊണ്ട് ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന, നമ്മൾ നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന നിത്യതയുടെ സത്യഭവനത്തിൻ്റെ അംഗമായി അവിടെ എത്തിച്ചേരുവാനായിട്ടുള്ള തീക്ഷ്ണതയിലായിരിക്കണം നമ്മൾ. അതിന് നമുക്ക് നൽകിയിരിക്കുന്ന ചില മാധ്യമങ്ങളാണ് നമ്മുടെ സന്യാസ നിയമങ്ങളും സന്യാസ വ്രതാനുഷ്ഠാനവുമൊക്കെ. ഇന്ന് ഈ അമലോത്ഭവ മാതാവിൻ്റെ തിരുനാൾ ദിനത്തിൽ നാം എടുത്തിരിക്കുന്ന നിശ്ചയങ്ങൾ ഒരിക്കൽ കൂടി ബോധതലത്തിൽ ഓർമ്മയിലേക്ക് കൊണ്ടുവരുവാനും അവ പുതുക്കുവാനുമൊക്കെയുള്ള സുന്ദരമായ ദിവസമായി സഭ നമുക്ക് വിഭാവനം ചെയ്തിരിക്കുന്നു. ഇന്ന് വ്രതം ചെയ്യുന്ന, സന്യാസ വസ്ത്രം സ്വീകരിക്കുന്ന, സഭയിലേക്ക് അംഗത്വം ഏറ്റെടുക്കുന്ന, സഭയിൽ അംഗങ്ങളായിരിക്കുന്നവർ തങ്ങളുടെ കർത്തവ്യങ്ങളെ, കടമകളെ ഓർത്തുകൊണ്ട് പുതുക്കുന്ന ഈ നല്ല ദിവസം നല്ലൊരു ഓർമ്മയുടെ ദിനമായിരിക്കട്ടെ. വിവിധ പ്രദേശങ്ങളിൽ, വിവിധ രാജ്യങ്ങളിലെ വിവിധ ഭൂഖണ്ഡങ്ങളിൽ ഒക്കെ ജോലി ചെയ്യുന്ന നമ്മുടെ എല്ലാ സഭാംഗങ്ങളെയും ഈ തിരുനാൾ ദിനത്തിൻ്റെ മംഗളങ്ങൾ അറിയിച്ചുകൊണ്ട്, ആശംസകൾ അറിയിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസത്തെ കൂടുതൽ സുന്ദരമാക്കി തീർക്കാം. എല്ലാവർക്കും ആശംസകൾ, പ്രാർത്ഥനകൾ, അഭിനന്ദനങ്ങൾ.